നിൽക്കാതെ അവരെ നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്ക് നമ്മൾ പകൽ വീട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ മന്ദബുദ്ധിയുള്ള കുട്ടികൾക്ക് കാര്യങ്ങൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു പഞ്ചായത്താണ് അവൻ. നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തലത്തിലായാലും അതുപോലെ നിങ്ങളുണ്ടാക്കിയിട്ടുള്ള നേട്ടത്തിൻ്റെ തലത്തിലായാലും. പക്ഷേ മറ്റ് പഞ്ചായത്തുകൾക്കില്ലാത്ത ഒരുപാട് അഡ്വാൻറ്റേജസ്, ഒരുപാട് പ്ലസസ് ഉള്ളൊരു പഞ്ചായത്തും കൂടിയാണ് നിങ്ങളത്. ഇപ്പോൾ ഉദാഹരണത്തിന് എയർപോർട്ട് പോലെയുള്ള കരിപ്പൂർ എയർപോർട്ട് പോലുള്ളൊരു സ്ഥാപനത്തിൻ്റെ സാന്നിധ്യം, സർവകലാശാല പോലുള്ളൊരു സ്ഥാപനത്തിൻ്റെ സാന്നിധ്യം, ഇതുപോലെ തന്നെ എക്സ്പോഷറുള്ളൊരു പഞ്ചായത്ത്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കുള്ള പഞ്ചായത്തിലേക്ക് ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഈ പഞ്ചായത്തിന്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ള ആൾക്കാർ നിരന്തരമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ നിങ്ങളൊരു സർവേ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ സർവേ പറഞ്ഞു. മറ്റ് പൊതുവായിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒരു ഹെൽത്ത് പ്രൊഫൈലിങ്ങോ അതുപോലെ ആൾക്കാരുടെ ജനസംഖ്യയുടെ പ്രായമനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഫൈലിങ്ങോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതെ, അത് ഞങ്ങളുടെ വാട്ടർ ഷെഡിൻ്റെ പ്രൊജക്റ്റ് തയ്യാറാക്കി തന്നിട്ടുള്ളത് സോയിൽ കൺസർവേഷൻ, ഡിസ്ട്രിക്ട് സോയിൽ കൺസർവേഷൻ ടീമാണ്. അവർ ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡാറ്റയും ഇപ്പോൾ തയ്യാറാക്കിയിട്ട് ഏകദേശം അതിൻ്റെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത്, അതെ, പഞ്ചായത്ത് അതിന് തനത് ഫണ്ടിൽ നിന്നും പണം ചെലവഴിച്ചുകൊണ്ടാണ് ആ പരിപാടി നടത്തിയിട്ടുള്ളത്. ഒരു ആധികാരികത ഉണ്ടാവട്ടെ എന്നുള്ള നിലക്കാണ് സോയിൽ കൺസർവേഷൻ ടീമിനെ കൊണ്ട് അവർ പിന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരൊക്കെ നിശ്ചയിച്ചിട്ട് അങ്ങനെ നടത്തി വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഹെൽത്ത് പ്രൊഫൈലിംഗിൽ വല്ല പ്രത്യേകിച്ച്? അതെ, ഇപ്പം നമ്മൾ എല്ലാവരുടെയും രക്തഗ്രൂപ്പ് നിർണ്ണയം നടത്തി. അതുപോലെ തന്നെ പിന്നെ എവിടെയെങ്കിലും നമ്മൾ ആരോഗ്യപരമായിട്ട് ഇടപെടേണ്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ ഇത് ഇപ്പം ഞങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ കിട്ടി. പഞ്ചായത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നം ഏതെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്തുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഇത്ര ശതമാനം ആൾക്കാർക്ക് ഇന്ന രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തുകയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പഞ്ചായത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും? ഇല്ല, അങ്ങനെ പഞ്ചായത്തിനെ സ്പെസിഫിക് ആയിട്ട് ബാധിക്കുന്ന ഒരു വിഷയവും പഞ്ചായത്തിലില്ല. അങ്ങനെ ഞങ്ങളുടെ എല്ലാ സമയങ്ങളിലും ആശാ വളണ്ടിയേഴ്സും അതുപോലെ തന്നെ സബ് സെൻ്ററുകളിൽ നിന്നുള്ള ഓരോ ആളുകളും വാർഡ് മെമ്പറും അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ടീം എല്ലാ സമയങ്ങളിലും, അതായത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ്, മഴക്കാലം പോകുന്നത് ആ സമയങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം സർവേ നടത്താറുണ്ട്. സർവേ നടത്തിയിട്ട് നമ്മൾ അത് പൂർണ്ണ സംതൃപ്തരായിട്ട് ആ കാര്യങ്ങൾ, അതേപോലെ തന്നെ എല്ലായ്പ്പോഴും നോട്ടീസുകൾ, അതുപോലെ തന്നെ നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവയർനെസ് ക്ലാസ്, ഇതൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള രോഗത്തിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ പഞ്ചായത്തിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, എയർപോർട്ടിൽ വരുന്ന ആളുകളെ അവിടെ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള സംവിധാനം എയർപോർട്ടിലുണ്ട്. അതിന് ആവശ്യമായ ഡോക്ടർമാർ ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ PHCയിലുള്ള ഒരു ഡോക്ടറെ ചിലപ്പോൾ സേവനം അവിടെ നൽകാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പരിപാടിയായിരുന്നു. മാത്രമല്ല, ഗ്രീൻ കേരള ചെയ്യുന്ന ഒരു തുല്യതയില്ലാത്തൊരു പ്രവർത്തനം തന്നെയാണ്. കേരള സംസ്ഥാന പിറവിക്ക് ശേഷം, പഞ്ചായത്തുകളുടെ രൂപീകരണത്തിന് ശേഷം ഇതുവരെയും പഞ്ചായത്തുകൾ ചെയ്യുന്ന പ്രവർത്തനം ലോകരെ കാണിക്കാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സംരംഭം നടത്തിയ ഈ ഗ്രീൻ കേരള മിഷൻ എല്ലാം കൊണ്ടും വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. നീ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും പ്രസിഡന്റിന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം മാർക്സ് കിട്ടിക്കഴിയുമ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാർക്സിലേക്ക് കിടക്കുന്നു. മാഷ് 15-ൽ 12.5 മാർക്ക് നൽകുകയാണ്. 15-ൽ 11, 10-ൽ 7, 10-ൽ 7, 10-ൽ 8. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന് 60-ൽ 45 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവരുടെ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് PLKL സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. പള്ളിക്കലിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലേക്കാണ്. പക്ഷേ അതിനു മുൻപായി നമുക്കെടുക്കാം ഒരു ഷോർട്ട് ബ്രേക്ക്. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം.
മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. പൊണ്ണത്തടി ഒരു പകർച്ചവ്യാധിയാണോ? പിസയും ബർഗറും ടിന്നിലടച്ച ഭക്ഷണവും എല്ലാം സമൂഹത്തിൽ പടരുന്നത് പകർച്ചവ്യാധി പോലെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പറയേണ്ടി വരും പൊണ്ണത്തടിയും ഒരു പകരുന്ന രോഗമാണെന്ന്. ഇന്ന് ആരോഗ്യ പരിപാലനത്തിന്റെ പുത്തൻ മാതൃകകളുമായി നമ്മോടൊപ്പമുള്ളത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഗ്രാമപഞ്ചായത്താണ്. നമുക്ക് സ്വാഗതം ചെയ്യാം എടപ്പാൾ ഗ്രാമപഞ്ചായത്തിനെ. എടപ്പാളിന്റെ പ്രതിനിധികളെ പരിചയപ്പെടാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രസിഡന്റ് ശ്രീ പി പത്മനാഭൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MP ദേവിദാസ്, സെക്രട്ടറി ശ്രീ EM വാസുദേവൻ, മെമ്പർ ശ്രീമതി രാജലക്ഷ്മി, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ രവിചന്ദ്രൻ. സ്വാതന്ത്ര്യ സമരമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു നാടാണ് എടപ്പാള്. ഒട്ടേറെ സേനാനികളൊക്കെ അവിടെ നിന്നുണ്ടായിരുന്നു. എങ്ങനെ പരിചയപ്പെടുത്താം ഈ പഞ്ചായത്തിനെ? എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പൗരാണിക കാലം മുതൽ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രം എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നതാണ്. ആ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ പഴയ കാർഷികോൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മലഞ്ചരക്ക് വ്യാപാരവും തകൃതിയായി ആ കാലഘട്ടങ്ങളിൽ ഒരു വലിയ വിപണന കേന്ദ്രവും സംസ്കരണ കേന്ദ്രവുമായിരുന്നു. ഇന്ന് ആ സ്ഥിതിവിശേഷം മാറി ഗ്രാമപഞ്ചായത്തിൻ്റെ വ്യത്യസ്തമായ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം എടപ്പാളിലെ നാട്ടുവഴികളിലൂടെ ചെറിയൊരു യാത്ര നടത്താം. മലബാറിലെ പഴയകാല അങ്ങാടികളിലൊന്നായിരുന്നു എടപ്പാൾ. കാർഷിക ഉൽപ്പന്നങ്ങളുടെയും മലഞ്ചരക്കുകളുടെയും പ്രധാന വിപണന കേന്ദ്രമായിരുന്നു ഈ അങ്ങാടി. പണ്ട് ഓണക്കാലത്ത് ഇവിടെ നടക്കുന്ന പൂരാട വാണിഭത്തിന്റെ തിരക്ക് ഇപ്പോഴും ഇവിടുത്തുകാരുടെ ഓർമ്മകളിൽ സജീവമാണ്. കണ്ണേങ്കായൽ. ഇത് കോൾനിലങ്ങളാണ്. മഴക്കാലത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലാകും. വേനൽക്കാലം ആവുമ്പോഴേക്കും ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റിച്ച് ആൾക്കാർ ഇവിടെ കൃഷി തുടങ്ങി. എടപ്പാളിന്റെ പ്രധാന വികസന പദ്ധതികൾ ഏതൊക്കെയാ? എടപ്പാളിന്റെ കാർഷിക മേഖല പ്രധാനമായും 1996 മുതൽ ഇന്നേ വരെയുള്ള കാലയളവിൽ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കാർഷിക പുരോഗതി കൈവരുത്തുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് പഞ്ചായത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് എല്ലാ ജനവിഭാഗങ്ങൾക്കും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സമഗ്ര ആരോഗ്യ പദ്ധതി എന്ന രീതിയിലുള്ള പുതിയൊരു പ്രൊജക്റ്റ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി എല്ലാ ജനവിഭാഗങ്ങളെയും ആശുപത്രി ജീവനക്കാർ തന്നെ ആശുപത്രി ഡോക്ടർ ജീവനക്കാരടക്കം വാർഡുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എടപ്പാളിന്റെ വികസന കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങിയെത്താം. ഞാനിങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലപ്പോഴും അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ 100-130 ഒക്കെ വരാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ചില സമയത്ത് കുറയാറുണ്ട്, 100-ലും കുറയാറുണ്ട്. അപ്പോൾ ഭക്ഷണം കൺട്രോൾ ചെയ്താൽ മതിയല്ലോ. എടപ്പാൾ പഞ്ചായത്തിലെ BP ഡയബറ്റിക് ക്ലിനിക്കിൽ ഡോക്ടർ ഓൺലൈനിൽ ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. എല്ലാ മാസവും പഞ്ചായത്തിലെ 18 വാർഡുകളിലും നടക്കുന്ന ഈ ക്ലിനിക്കിൽ എടപ്പാൾ CHCയിലെ മെഡിക്കൽ ഓഫീസർ രോഗികളുമായി സംവദിച്ച് അവർക്ക് ആവശ്യമായ മരുന്നുകളും ഉപദേശങ്ങളും നൽകി വരുന്നു. അംഗൻവാടികൾ, ആരോഗ്യ ഉപകേന്ദ്രം, സൗകര്യപ്രദമായ മറ്റു പ്രധാന സ്ഥലങ്ങളിലുമാണ് ഇത്തരം ഡയബറ്റിക് BP ക്ലിനിക്കുകൾ സംഘടിപ്പിക്കുക. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണമല്ലേ BPക്ക്, അത് സ്ഥിരം കഴിക്കണം. ഇപ്പോഴും ഉണ്ട് BP 160, 100 ഉണ്ട് കേട്ടാ. എല്ലാ മാസവും ഒരു പ്രത്യേക ദിവസം ഈ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ നടക്കും. 2000-ഓളം പേർ ഈ ക്യാമ്പിന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താറുണ്ട്. 102 മരുന്ന് കഴിക്കുന്നുണ്ടോ? വളരെ നോർമൽ. ഇപ്പൊ ഉടനെ നോക്കാൻ വരണ്ടായി വഴി കേട്ടോ.